ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു റിവിഷൻ പോലെ നിങ്ങളത് കണക്കാക്കി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? അത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുപോയ യൂറോപ്യൻ ശക്തികൾ ആരൊക്കെയാണ്? പോർച്ചുഗീസുകാരാണ്. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവെച്ച കശ്മീർ രാജാവ് ആരാണത്? അത് ഹരിസിംഗ് ആണ്. അപ്പോൾ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവെച്ച കാശ്മീർ മഹാരാജാവ് ആരാണ്? അത് രാജ ഹരിസിംഗ് ആണ്. തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ്. അപ്പോൾ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി രചിച്ച വ്യക്തി അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? അത് ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, 1999 കാർഗിൽ യുദ്ധകാലത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? 1999 ആ സമയത്ത് നമ്മുടെ AB വാജ്പേയി ആയിരുന്നു. അപ്പോൾ 1999 കാർഗിൽ യുദ്ധകാലത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആരാണ്? റോബർട്ട് ക്ലൈവ്. 1945 ബ്രിട്ടനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ്? ലേബർ പാർട്ടിയാണ്. അപ്പോൾ 1945 ബ്രിട്ടനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ്? അത് ലേബർ പാർട്ടിയാണ്. അത് കഴിഞ്ഞാണ് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, വിഭജനം, രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വം തുടങ്ങിയ സംഭവങ്ങൾ വിവരിക്കുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ആരാണത്? ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, വിഭജനം, രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വം തുടങ്ങിയ സംഭവങ്ങൾ വിവരിക്കുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ആരാണ്? ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും. അടുത്ത ചോദ്യം, ബ്രിട്ടനിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തിരുന്നത്? ഏതാണത്? ബ്രിട്ടനിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തിരുന്നത്? കൺസർവേറ്റീവ് പാർട്ടിയാണ്. അപ്പോൾ ബ്രിട്ടനിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ എതിർത്തിരുന്നത്? കൺസർവേറ്റീവ് പാർട്ടി. ഗാന്ധിജി നയിച്ച വിഖ്യാതമായ ദണ്ഡിയാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ യാത്രയോട് ഉപമിച്ച വ്യക്തി ആരാണത്? ഗാന്ധിജി നയിച്ച വിഖ്യാതമായ ദണ്ഡിയാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ യാത്രയോട് ഉപമിച്ച വ്യക്തി ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ഗാന്ധിജി നയിച്ച വിഖ്യാതമായ ദണ്ഡിയാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ യാത്രയോട് ഉപമിച്ച വ്യക്തി ആരാണ്? അത് സുഭാഷ് ചന്ദ്ര ബോസാണ്. ദണ്ഡി മാർച്ചിനെയും ഉപ്പു സത്യാഗ്രഹത്തെയും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പരാമർശിച്ച വ്യക്തി ആരാണ്? അത് ഇർവിൻ പ്രഭുവാണ്. അപ്പോൾ ദണ്ഡി മാർച്ചിനെയും ഉപ്പു സത്യാഗ്രഹത്തെയും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പരാമർശിച്ച വ്യക്തി ആരാണ്? അത് ഇർവിൻ പ്രഭുവാണ്. അടുത്ത ചോദ്യം, 1928 ബർദോളി സത്യാഗ്രഹത്തിന് ശേഷം വല്ലഭായ് പട്ടേലിനെ സർദാർ എന്നു വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സർദാർ എന്ന് പറഞ്ഞ് നമ്മുടെ വല്ലഭായ് പട്ടേലിനെ വിശേഷിപ്പിച്ചത് അത് ഗാന്ധിജിയാണ്. അപ്പോൾ 1928 ബർദോളി സത്യാഗ്രഹത്തിന് ശേഷം വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിളിച്ച വ്യക്തി ആരാണ്? അത് ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി നടന്ന പ്രകടനത്തെ അടിച്ചൊതുക്കുവാൻ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് 1928 നവംബർ 17 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
അത് കഴിഞ്ഞ് നമ്മുടെ ഭഗത് സിംഗ് ഒക്കെ ചെന്ന് ഈ നമ്മുടെ ലാലാ ലജ്പത് റായെ മരിക്കാൻ കാരണമാക്കിയ ആ ഒരു ഉദ്യോഗസ്ഥനെ വധിക്കുകയുണ്ടായി, ബോംബെറിഞ്ഞാണ് കൊന്നത്. ആരാണ് ആ വ്യക്തി? അത് ലാലാ ലജ്പത് റായാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി നടന്ന പ്രകടനത്തെ അടിച്ചൊതുക്കുവാൻ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് 1928 നവംബർ 17 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് ലാലാ ലജ്പത് റായാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വേഗത്തിലൊന്ന് വായിച്ചു പോകാം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവെച്ച കാശ്മീരിലെ മഹാരാജാവ് ആരാണ്? രാജ ഹരിസിംഗ് ആണ്. തപാൽ സ്റ്റാമ്പ് ഇടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? അത് മഹാത്മാ ഗാന്ധിജിയാണ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? അത് AB വാജ്പേയി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് റോബർട്ട് ക്ലൈവാണ്. 1945 ബ്രിട്ടനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ്? അത് ലേബർ പാർട്ടിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, വിഭജനം, രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വം തുടങ്ങിയ സംഭവങ്ങൾ വിവരിക്കുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കളാരാണ്? ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും. ബ്രിട്ടനിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തിരുന്നത്? കൺസർവേറ്റീവ് പാർട്ടിയാണ്. ഗാന്ധിജി നയിച്ച വിഖ്യാതമായ ദണ്ഡിയാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ യാത്രയോട് ഉപമിച്ച വ്യക്തിയാരാണ്? അത് സുഭാഷ് ചന്ദ്ര ബോസാണ്. ദണ്ഡി മാർച്ചിനെയും ഉപ്പു സത്യാഗ്രഹത്തെയും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പരാമർശിച്ച വ്യക്തിയാരാണ്? അത് ഇർവിൻ പ്രഭുവാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് ശേഷം വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിളിച്ച വ്യക്തിയാരാണ്? അത് ഗാന്ധിജിയാണ്. സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി നടന്ന പ്രകടനത്തെ അടിച്ചൊതുക്കുവാൻ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് 1928 നവംബർ 17 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായാണ്. അതിലാണ് നമ്മുടെ ലാലാ ലജ്പത് റായ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ദേഹത്തടിക്കുന്ന ഓരോ അടിയും അത് ബ്രിട്ടനിലെ ഈ ഒരു ശവപ്പെട്ടിക്ക് അടിക്കുന്ന ആണിയായി കണക്കാക്കും എന്ന് പറഞ്ഞത് ആ ഒരു സമയത്താണ്. നമ്മുടെ ലാലാ ലജ്പത് റായാണ് ആ വാക്ക് പറഞ്ഞത്. അടുത്ത ചോദ്യം, ബംഗാളി ചിത്രകാരനായ അബനീന്ദ്ര ടാഗോർ സ്വദേശി പ്രസ്ഥാന കാലത്ത് വരച്ച പ്രസിദ്ധമായ ചിത്രം ഏതാണ്? ഭാരതമാതയാണ്. അപ്പോൾ ബംഗാളി ചിത്രകാരനായ അബനീന്ദ്ര ടാഗോർ സ്വദേശി പ്രസ്ഥാന കാലത്ത് വരച്ച പ്രസിദ്ധമായ ചിത്രം ഏതാണ്? ഭാരതമാതയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ പുത്രി എന്ന് വിളിക്കുന്ന മാഡം ഭിക്കാജി കാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. അടുത്ത ചോദ്യം, ഏത് ഗുജറാത്തി വ്യാപാരിയുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1893 അഭിഭാഷകനായി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ആരുടെയാണ്? ദാദാ അബ്ദുള്ളയുടെയാണ്. അപ്പോൾ ഏത് ഗുജറാത്തി വ്യാപാരിയുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1893 അഭിഭാഷകനായി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ദാദാ അബ്ദുള്ളയുടെ. അടുത്ത ചോദ്യം, റിച്ചാർഡ് ആറ്റൻബറോയുടെ സംവിധാനത്തിൽ 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചലച്ചിത്രം എത്ര ഓസ്കാർ പുരസ്കാരങ്ങൾ നേടി? 8 ഓസ്കാർ പുരസ്കാരങ്ങളാണ് നേടിയത്. അപ്പോൾ റിച്ചാർഡ് ആറ്റൻബറോയുടെ സംവിധാനത്തിൽ 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചലച്ചിത്രം എത്ര ഓസ്കാർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി? 8 ഓസ്കാർ പുരസ്കാരങ്ങളാണ് കരസ്ഥമാക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് സമ്മേളനമാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? 1950 മാർച്ച് 15. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്ന എന്നാണ്? അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ തുടക്കം കുറിച്ച വർഷം എന്നാണ്? 2008. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ
ചന്ദ്രയാൻ തുടക്കം കുറിച്ച വർഷം എന്നാണ്? അത് 2008 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഒളിപ്പോർ യുദ്ധമുറ സ്വീകരിച്ച വിപ്ലവകാരി ആരാണ്? താന്തിയ തോപ്പിയാണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഒളിപ്പോർ യുദ്ധമുറ സ്വീകരിച്ച വിപ്ലവകാരി ആരാണ്? അത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. അപ്പോൾ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭുവാണ്. അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? അത് ഹാർഡിഞ്ച് പ്രഭുവാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്ര ടാഗോർ സ്വദേശി പ്രസ്ഥാന കാലത്ത് വരച്ച പ്രസിദ്ധമായ ചിത്രം ഏതാണ്? അതാണ് ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? അത് മാഡം ഭിക്കാജി കാമയാണ്. ഏത് ഗുജറാത്തി വ്യാപാരിയുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1893 അഭിഭാഷകനായി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ റിച്ചാർഡ് ആറ്റൻബറോയുടെ സംവിധാനത്തിൽ 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചലച്ചിത്രം എത്ര ഓസ്കാർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി? 8 ഓസ്കാർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? 1950 മാർച്ച് 15 ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ തുടക്കം കുറിച്ചതെന്നാണ്? 2008 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഒളിപ്പോർ യുദ്ധമുറ സ്വീകരിച്ച വിപ്ലവകാരിയാണ് ആരാണ്? അത് താന്തിയ തോപ്പിയാണ്. അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറയാണ്. അത് താന്തിയ തോപ്പിയാണ് സ്വീകരിച്ചത്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? അത് ഹാർഡിഞ്ച് പ്രഭുവാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത കുറച്ച് ചോദ്യങ്ങളൂടെ നമ്മൾ നോക്കിയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് നിർത്താം. അടുത്ത ചോദ്യമാണ്, ബ്രിട്ടീഷ് ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ നാവിക കുത്തകയെ പ്രതിരോധിക്കാനായി 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആരാണത്? ആരാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ സ്ഥാപിച്ചത്? അത് നമ്മുടെ VO ചിദംബരപിള്ളയാണ്. നമ്മുടെ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ VO ചിദംബരപിള്ളയാണ് ഈയൊരു നമ്മുടെ പരിപാടി ആരംഭിച്ചത്. നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ നാവിക കുത്തകയെ പ്രതിരോധിക്കാനായി 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? നമ്മുടെ VO ചിദംബരപിള്ള. അടുത്ത ചോദ്യമാണ്, ആരുടെ പരിശ്രമ ഫലമായാണ് ബ്രിട്ടീഷ് സർക്കാർ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ. അപ്പോൾ ആരുടെ പരിശ്രമ ഫലമായാണ് ബ്രിട്ടീഷ് സർക്കാർ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത്? അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. 1889 ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി ആരാണത്? അത് പണ്ഡിത രമാഭായിയാണ്. അപ്പോൾ 1889 ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് പണ്ഡിത രമാഭായിയാണ്. അടുത്ത ചോദ്യം, പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? യങ് ബംഗാളാണ്. അപ്പോൾ പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? അത് യങ് ബംഗാളാണ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി അത് ചാൾസ് മെറ്റ്കാഫാണ്. അപ്പോൾ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ SNDD സ്ഥാപിച്ചത് DK കാർവെയാണ്, അല്ലെങ്കിൽ മഹർഷി കാർവെ എന്ന് അറിയപ്പെടും. അപ്പോൾ 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ SNDT സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് DK കാർവെയാണ്. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി? ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഏത് പദ്ധതിയാണത്? വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ്. അപ്പോൾ 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? അതാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. അടുത്ത ചോദ്യം, ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ നാടകത്തിൽ രാജ്യത്തെ ഏത് കർഷകരുടെ കൊടിയ ചൂഷണമാണ് പ്രമേയമാക്കിയിട്ടുള്ളത്? അപ്പോൾ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിൽ രാജ്യത്തെ ഏത് കർഷകരുടെ കൊടിയ ചൂഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് നീലം കർഷകരുടെയാണ്. അപ്പോൾ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിൽ രാജ്യത്തെ ഏത് കർഷകരുടെ കൊടിയ ചൂഷണമാണ് പ്രമേയമാക്കിയിട്ടുള്ളത്? അത് നീലം കർഷകരുടേതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പറയാം. ബ്രിട്ടീഷ് ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ നാവിക കുത്തകയെ പ്രതിരോധിക്കാനായിട്ട് 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് VO ചിദംബരം പിള്ളയാണ്. ആരുടെ പരിശ്രമ ഫലമായാണ് ബ്രിട്ടീഷ് സർക്കാർ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കിയത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അപ്പോൾ 1889 ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് പണ്ഡിത രമാബായിയാണ്. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? അത് യങ് ബംഗാളാണ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ചാൾസ് മെറ്റ്കാഫാണ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ SNDT സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് DK കാർവെയാണ്. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? അത് വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിൽ രാജ്യത്തെ ഏത് കർഷകരുടെ ചൂഷണമാണ് പറയുന്നത്? അത് നീലം കർഷകരുടെ ചൂഷണമാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് തിരികെ നൽകിയ ബഹുമതി ഏതാണ്? കൈസറി ഹിന്ദാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് തിരികെ നൽകിയ ബഹുമതി ഏതാണ്? അത് കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതിയാണ്. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശി ആരാണത്? അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണെന്ത്? ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശി എന്ന് പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തി അത് റാണി ഗൈഡിൻലോയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? അത് റാണി ഗൈഡിൻലോ ആണ്. നാം ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഏത് പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഒന്നുകൂടി പറയാം. നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഏത് പ്രക്ഷോഭത്തിന് മുന്നോടിയാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുന്നോടിയാണ്. ജമ്മു കാശ്മീരിലെ ഷെയ്ഖ് അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള എന്നിവരുടെ പ്രത്യേകത എന്താണ്? ഒരേ കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാരായ 3 തലമുറയിൽപ്പെട്ട വ്യക്തികളാണ് ഈ ഒരു ഷെയ്ഖ് അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള എന്നിവർ. ലോകസഭയിലെ പരവതാനിയുടെ നിറം ഇപ്പോൾ അതൊക്കെ മാറി. പഴയ ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? അത് പച്ചയായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മെക്കാളെ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആരാണ്? അത് മെക്കാളെ പ്രഭു. 1939 നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതിനെ തുടർന്ന് ആ പദവിയിൽ എത്തിച്ചേർന്ന വ്യക്തി ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ 1939 നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതിനെ തുടർന്ന് ആ പദവിയിലെത്തിയ വ്യക്തി ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ജപ്പാൻകാരനായിരുന്ന ടോയോ ഹിക്കോ കഗാവ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ജപ്പാൻ ഗാന്ധിയാണ്. അപ്പോൾ ജപ്പാൻകാരനായ ടോയോ ഹിക്കോ കഗാവ എന്നറിയപ്പെടുന്ന പേര് അതാരാണ്? അത് ജപ്പാൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു വേറെ ചോദ്യമാണ്. ആരാണത്? അത് ഇന്ദ്രജിത്ത് ഗുപ്തയാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? അത് ഇന്ദ്രജിത്ത് ഗുപ്തയാണ്.
ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ എഴുത്തുകാരനാരാണ്? അത് DG ടെണ്ടുൽക്കറാണ്. അപ്പോൾ ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ എഴുത്തുകാരനാരാണ്? അത് DG ടെണ്ടുൽക്കറാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് തിരികെ നൽകിയ ബഹുമതി ഏതാണ്? അത് കൈസറി ഹിന്ദാണ്. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശിയാരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? അത് റാണി ഗൈഡിലുവാണ്. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഏത് പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് ഗാന്ധിജി പ്രകാരം പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുന്നോടിയായാണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പിയാരാണ്? അത് മെക്കാളെ പ്രഭുവാണ്. 1939 നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതിനെ തുടർന്ന് ആ പദവിയിലെത്തിയ വ്യക്തിയാരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ജപ്പാൻകാരനായിരുന്ന ടൊയോഹിക്കോ കഗാവ അറിയപ്പെടുന്ന പേരെന്താണ്? ജപ്പാൻ ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച ഏക കമ്മ്യൂണിസ്റ്റ് നേതാവാരാണ്? അത് ഇന്ദ്രജിത്ത് ഗുപ്തയാണ്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ എഴുത്തുകാരനാരാണ്? അത് DG ടെണ്ടുൽക്കറാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്.